ഇവിടെ ഒരു റാണി ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് രാജ്യത്തിലെ സുന്ദരി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കണ്ണാടിയിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വന്ന് നിങ്ങളാണ് ഈ രാജ്യത്തിലെ സുന്ദരി എന്ന് പറഞ്ഞു. തന്റെ അഴക് നിലനിർത്താനായി റാണി എപ്പോഴും പാലിലായിരുന്നു കുളിച്ചിരുന്നത്. എന്നിട്ട് ആ പാൽ പ്രജകൾ കൈപ്പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു. പ്രജകൾ റാണി കുളിച്ച പാലാണെന്ന് അറിയാതെ അത് കുടിക്കാനായി തിക്കും തിരക്കും കൂട്ടി. മാത്രമല്ല ആ റാണി ഒരു മന്ത്രവാദിനിയായിരുന്നു. അതുപയോഗിച്ച് രാജ്യത്തിലെ ഭംഗിയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അവരുടെ ഭംഗി തന്റെ ഉള്ളിലേക്ക് ആ റാണി ആവാഹിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് ആരാണ് സുന്ദരി എന്ന് ചോദിച്ചു. കണ്ണാടിയിലെ രൂപം റാണി, നിങ്ങൾ സുന്ദരിയാണ്. എന്നാൽ നിങ്ങളെക്കാൾ സുന്ദരിയായ ഒരുവൾ ഈ രാജ്യത്തുണ്ട്. അതിവിടുത്തെ രാജകുമാരിയാണ്. അവളുടെ ഹൃദയം നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും വയസ്സാവുകയില്ലെന്ന് ആ രൂപം പറഞ്ഞു. എന്നാൽ ആ രാജ്യത്തെ രാജകുമാരി അവിടുത്തെ ജയിലിലാണ്. എങ്ങനെ സംഭവിച്ചു എന്നാൽ ഈ മന്ത്രവാദിനി റാണിയെ രാജാവ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവരെ റാണിയാക്കാനായി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവൾ ഒരു മന്ത്രവാദിനിയാണെന്ന് രാജാവിന് അപ്പോൾ അറിയില്ലായിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ അവൾ ആ രാജാവിനെ കൊന്ന് ആ രാജ്യം സ്വന്തമാക്കി. രാജാവിന്റെ മകളെ ജയിലിലും അടച്ചു. അവസാനം രാജകുമാരി ആ മന്ത്രവാദിനിയെ കൊന്ന് തന്റെ രാജ്യം സ്വന്തമാക്കി.